ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ് അക്ഷരകൈരളി പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള +1 ഹിസ്റ്ററി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഇതുപോലെ എക്സാമുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഒരു ചേരുംപടി ചേർക്കാനാണ്. എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. എ കോളം നോക്കാം. എബ്രഹാം ഡാർവി മൂന്നാമൻ, ജോൺ കെ, ജെയിംസ് വാട്ട്, എഡ്മണ്ട് കാർട്ട് റൈറ്റ്. ബി കോളം ആവിയന്ത്രം, പവർ ലൂം, ലോകത്തിലെ ആദ്യ ഇരുമ്പ് പാലം, ഫ്ലൈയിങ് ഷട്ടിൽ. ഇനി നമുക്ക് മാച്ച് ചെയ്യാം. എബ്രഹാം ഡാർവി മൂന്നാമൻ, ലോകത്തിലെ ആദ്യ ഇരുമ്പ് പാലം. എബ്രഹാം ഡാർവി മൂന്നാമൻ, ലോകത്തിലെ ആദ്യ ഇരുമ്പ് പാലം. ജോൺ കെ, ഫ്ലൈയിങ് ഷട്ടിൽ. ജോൺ കെ, ഫ്ലൈയിങ് ഷട്ടിൽ. ജെയിംസ് വാട്ട്, ആവിയന്ത്രം. ജെയിംസ് വാട്ട്, ആവിയന്ത്രം. എഡ്മണ്ട് കാർട്ട് റൈറ്റ്, പവർ ലൂം. എഡ്മണ്ട് കാർട്ട് റൈറ്റ്, പവർ ലൂം. പേജ് നമ്പർ 104 കണ്ടുപിടുത്തങ്ങളുടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. ജോൺ കെ, ഫ്ലൈയിങ് ഷട്ടിൽ. ജോൺ കെ, ഫ്ലൈയിങ് ഷട്ടിൽ. ജെയിംസ് ഹാർഗ്രീവ്സ്, സ്പിന്നിംഗ് ജെന്നി. ജെയിംസ് ഹാർഗ്രീവ്സ്, സ്പിന്നിംഗ് ജെന്നി. റിച്ചാർഡ് ആർക്ക് റൈറ്റ്, വാട്ടർ ഫ്രെയിം. റിച്ചാർഡ് ആർക്ക് റൈറ്റ്, വാട്ടർ ഫ്രെയിം. സാമുവൽ ക്രോംപ്ടൺ, മ്യൂൾ. സാമുവൽ ക്രോംപ്ടൺ, മ്യൂൾ. എഡ്മണ്ട് കാർട്ട് റൈറ്റ്, പവർ ലൂം. എഡ്മണ്ട് കാർട്ട് റൈറ്റ്, പവർ ലൂം. എബ്രഹാം ഡാർബി ഒന്നാമൻ, ബ്ലാസ്റ്റ് ഫർണസ്. എബ്രഹാം ഡാർബി ഒന്നാമൻ, ബ്ലാസ്റ്റ് ഫർണസ്. എബ്രഹാം ഡാർബി രണ്ടാമൻ, വാർപ്പിരുമ്പ്. എബ്രഹാം ഡാർബി രണ്ടാമൻ, വാർപ്പിരുമ്പ്. എബ്രഹാം ഡാർബി മൂന്നാമൻ, ലോകത്തിലെ ആദ്യ ഇരുമ്പ് പാലം. എബ്രഹാം ഡാർബി മൂന്നാമൻ, ലോകത്തിലെ ആദ്യ ഇരുമ്പ് പാലം. ഹെൻറി കോർട്ട്, പുഡിംഗ് ഫർണസ്. ഹെൻറി കോർട്ട്, പുഡിംഗ് ഫർണസ്. ഹെൻറി കോർട്ട്, റോളിംഗ് മിൽ. ഹെൻറി കോർട്ട്, റോളിംഗ് മിൽ. ജെയിംസ് വാട്ട്, ആവിയന്ത്രം. ജെയിംസ് വാട്ട്, ആവിയന്ത്രം. 2 മുതൽ 5 വരെയുള്ളവയിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും ഓരോ സ്കോർ വീതം. ക്വസ്റ്റ്യൻ നമ്പർ 2, നവോത്ഥാനം ആരംഭിച്ചതെവിടെ? നവോത്ഥാനം ആരംഭിച്ചതെവിടെ? ഓപ്ഷൻസ്: ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ബ്രിട്ടൻ. ആൻസർ ഇറ്റലി. ആൻസർ ഇറ്റലി. നവോത്ഥാനം ആരംഭിച്ചത് ഇറ്റലിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 3, ചുവടെ പറയുന്നവയിൽ ഇറ്റാലിയൻ നഗരം ഏത്? ചുവടെ പറയുന്നവയിൽ ഇറ്റാലിയൻ നഗരം ഏത്? ഓപ്ഷൻസ്: മോസ്കോ, ലണ്ടൻ, വെനീസ്, ബെർലിൻ. ആൻസർ വെനീസ്. ആൻസർ വെനീസ്. ഇറ്റാലിയൻ നഗരം വെനീസ്. ക്വസ്റ്റ്യൻ നമ്പർ 4, മൊണാലിസ ആരുടെ ചിത്രമാണ്? മൊണാലിസ ആരുടെ ചിത്രമാണ്? ഓപ്ഷൻസ്: മൈക്കൽ ആഞ്ചലോ, ഡാവിഞ്ചി, ഫിലിപ്പോ ബ്രൂണലേഷി, റാഫേൽ. ആൻസർ ഡാവിഞ്ചി. ആൻസർ ഡാവിഞ്ചി. ക്വസ്റ്റ്യൻ നമ്പർ 5, രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചതാര്? രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചതാര്? ഓപ്ഷൻസ്: വില്യം ഹാർവി, ഗുട്ടൻബർഗ്, ഐസക് ന്യൂട്ടൺ, കെപ്ലർ. ആൻസർ വില്യം ഹാർവി. ആൻസർ വില്യം ഹാർവി. ക്വസ്റ്റ്യൻ നമ്പർ 6, ചുവടെ തന്നിരിക്കുന്നവയെ കാലഗണനാ ക്രമത്തിൽ എഴുതുക. ചുവടെ തന്നിരിക്കുന്നവയെ കാലഗണനാ ക്രമത്തിൽ എഴുതുക. ചൈനീസ് ജനകീയ റിപ്പബ്ലിക് സ്ഥാപിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം. റഷ്യൻ വിപ്ലവം. ചൈനയിലെ ലോങ് മാർച്ച്. ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. ആദ്യം റഷ്യൻ വിപ്ലവം, 1917 റഷ്യൻ വിപ്ലവം. 2, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം 1921. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം. 3, ചൈനയിലെ ലോങ് മാർച്ച്. ചൈനയിലെ ലോങ് മാർച്ച് 1934. ചൈനയിലെ ലോങ് മാർച്ച് 1934. 4, ചൈനീസ് ജനകീയ റിപ്പബ്ലിക് സ്ഥാപിച്ചു. ചൈനീസ് ജനകീയ റിപ്പബ്ലിക് സ്ഥാപിച്ചു 1949. 1949 ചൈനീസ് ജനകീയ റിപ്പബ്ലിക് സ്ഥാപിച്ചു. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. 1, റഷ്യൻ വിപ്ലവം 1917. 2, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം 1921. 3,
ചൈനയിലെ ലോങ് മാർച്ച് 1934. 4. ചൈനീസ് ജനകീയ റിപ്പബ്ലിക് സ്ഥാപിച്ചു 1949. ക്വസ്റ്റ്യൻ നമ്പർ 7. തന്നിരിക്കുന്ന ലോകത്തിന്റെ രൂപരേഖയിൽ ചുവടെ പറയുന്നവ അടയാളപ്പെടുത്തുക. തന്നിരിക്കുന്ന ലോകത്തിന്റെ രൂപരേഖയിൽ ചുവടെ പറയുന്നവ അടയാളപ്പെടുത്തുക. എ. മെഡിറ്ററേനിയൻ കടൽ. ബി. സഹാറ മരുഭൂമി. സി. മക്ക. ഡി. ബാഗ്ദാദ്. എ. മെഡിറ്ററേനിയൻ കടൽ. ബി. സഹാറ മരുഭൂമി. സി. മക്ക. ഡി. ബാഗ്ദാദ്. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇത് അടയാളപ്പെടുത്തുക. 8 മുതൽ 17 വരെയുള്ളവയിൽ ഏതെങ്കിലും 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതം. ക്വസ്റ്റ്യൻ നമ്പർ 8. ഹോമോയുടെ 2 ഉപവിഭാഗങ്ങളുടെ പേരെഴുതുക. ഹോമോയുടെ 2 ഉപവിഭാഗങ്ങളുടെ പേരെഴുതുക. ആൻസർ: ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 9. റോമ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. റോമ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. ആൻസർ: റോമ സാമ്രാജ്യം, ഇറാനിയൻ സാമ്രാജ്യം എന്ന് പറഞ്ഞ് ഒരു ബോക്സ് പേജ് നമ്പർ 24 കൊടുത്തിട്ടുണ്ട്. നോക്കാം. റോമ സാമ്രാജ്യം: സാംസ്കാരിക വൈവിധ്യങ്ങൾ കൂടുതൽ. സാംസ്കാരിക വൈവിധ്യങ്ങൾ കൂടുതൽ. വ്യത്യസ്ത ജനവിഭാഗങ്ങൾ. വ്യത്യസ്ത ജനവിഭാഗങ്ങൾ. ധാരാളം ഭാഷകൾ ഉണ്ടായിരുന്നു. ധാരാളം ഭാഷകൾ ഉണ്ടായിരുന്നു. ഇനി ഇറാനിയൻ സാമ്രാജ്യം: സാംസ്കാരിക വൈവിധ്യങ്ങൾ കുറവ്. സാംസ്കാരിക വൈവിധ്യങ്ങൾ കുറവ്. ഇറാനിയൻ വർഗത്തിൽപ്പെട്ട ജനങ്ങൾ. ഇറാനിയൻ വർഗത്തിൽപ്പെട്ട ജനങ്ങൾ അറാമിക് ഭാഷ സംസാരിച്ചു. അറാമിക് ഭാഷ സംസാരിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 10. പ്രാചീന മനുഷ്യന് തീ കൊണ്ടുണ്ടായിരുന്ന ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതുക. പ്രാചീന മനുഷ്യന് തീ കൊണ്ടുണ്ടായിരുന്ന ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതുക. ആൻസർ: തീ ഗുഹയ്ക്കുള്ളിൽ പ്രകാശവും ചൂടും നൽകി. തീ ഗുഹയ്ക്കുള്ളിൽ പ്രകാശവും ചൂടും നൽകി. തീ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ കഴിഞ്ഞു. തീ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ കഴിഞ്ഞു. ശിലായുധങ്ങൾ രൂപപ്പെടുത്താനും വന്യജീവികളെ ആട്ടിയോടിക്കാനും സഹായിച്ചു. ശിലായുധങ്ങൾ രൂപപ്പെടുത്താനും വന്യജീവികളെ ആട്ടിയോടിക്കാനും സഹായിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 11. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന്റെ 2 നേതാക്കളുടെ പേരെഴുതുക. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന്റെ 2 നേതാക്കളുടെ പേരെഴുതുക. ആൻസർ: ഫ്രാൻസിസ്കോ മിറാൻഡ, സൈമൺ ബോളിവർ, ജോസെ സാൻ മാർട്ടിൻ. ഫ്രാൻസിസ്കോ മിറാൻഡ, സൈമൺ ബോളിവർ, ജോസെ സാൻ മാർട്ടിൻ. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 12. നവോത്ഥാന കാലഘട്ടത്തിലെ ഏതെങ്കിലും 2 ചിത്രകാരന്മാരുടെ പേരെഴുതുക. നവോത്ഥാന കാലഘട്ടത്തിലെ ഏതെങ്കിലും 2 ചിത്രകാരന്മാരുടെ പേരെഴുതുക. ആൻസർ: ലിയോണാർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റാഫേൽ. ലിയോണാർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റാഫേൽ. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 13. ഫ്യൂഡലിസം എന്നാൽ എന്തെന്ന് നിർവചിക്കുക. ഫ്യൂഡലിസം എന്നാൽ എന്തെന്ന് നിർവചിക്കുക. ആൻസർ: ഫ്യൂഡലിസം എന്നത് മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥയിൽ ഭൂമിയാണ് സമ്പത്തിന്റെയും അധികാരത്തിന്റെയും പ്രധാന ഉറവിടം. ഫ്യൂഡലിസം എന്നത് മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥയിൽ ഭൂമിയാണ് സമ്പത്തിന്റെയും അധികാരത്തിന്റെയും പ്രധാന ഉറവിടം. ഭൂമിയെ അടിസ്ഥാനമാക്കി രാജാവും പ്രഭുക്കന്മാരും കർഷകരും തമ്മിൽ നിലനിന്നിരുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ബന്ധങ്ങളുടെ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം. ഭൂമിയെ അടിസ്ഥാനമാക്കി രാജാവും പ്രഭുക്കന്മാരും കർഷകരും തമ്മിൽ നിലനിന്നിരുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ബന്ധങ്ങളുടെ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം. ക്വസ്റ്റ്യൻ നമ്പർ 14. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏതെങ്കിലും 2 ലക്ഷ്യങ്ങൾ എഴുതുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏതെങ്കിലും 2 ലക്ഷ്യങ്ങൾ എഴുതുക. ആൻസർ: ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക. രാജ്യങ്ങൾ തമ്മിൽ സഹകരണം ഉറപ്പുവരുത്തുക. രാജ്യങ്ങൾ തമ്മിൽ സഹകരണം ഉറപ്പുവരുത്തുക.
മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. ഇതിൽ രണ്ടെണ്ണം എഴുതിയാൽ മതിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 15. റഷ്യൻ വിപ്ലവത്തിന്റെ ഏതെങ്കിലും രണ്ട് ഫലങ്ങൾ എഴുതുക. റഷ്യൻ വിപ്ലവത്തിന്റെ ഏതെങ്കിലും രണ്ട് ഫലങ്ങൾ എഴുതുക. ആൻസർ: സാർ ചക്രവർത്തിമാരുടെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചു. സാർ ചക്രവർത്തിമാരുടെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചു. കൃഷിഭൂമി കണ്ടുകെട്ടി കർഷകർക്ക് വിതരണം ചെയ്തു. കൃഷിഭൂമി കണ്ടുകെട്ടി കർഷകർക്ക് വിതരണം ചെയ്തു. സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ഫ്യൂഡലിസവും മുതലാളിത്തവും അവസാനിച്ചു. ഫ്യൂഡലിസവും മുതലാളിത്തവും അവസാനിച്ചു. ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 16. മെയ്ജി പുനഃസ്ഥാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? മെയ്ജി പുനഃസ്ഥാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ആൻസർ: 1868 ജപ്പാനിൽ ഷോഗൺ ഭരണത്തിന് അന്ത്യം കുറിച്ച് ചക്രവർത്തി മെയ്ജിയുടെ ഭരണാധികാരം പുനഃസ്ഥാപിച്ച സംഭവമാണ് മെയ്ജി പുനഃസ്ഥാപനം. ഈ പുനഃസ്ഥാപനത്തിലൂടെ ജപ്പാൻ ആധുനികവൽക്കരണത്തിനും പുരോഗതിക്കും തുടക്കം കുറിച്ചു. 1868 ജപ്പാനിൽ ഷോഗൺ ഭരണത്തിന് അന്ത്യം കുറിച്ച് ചക്രവർത്തി മെയ്ജിയുടെ ഭരണാധികാരം പുനഃസ്ഥാപിച്ച സംഭവമാണ് മെയ്ജി പുനഃസ്ഥാപനം. ഈ പുനഃസ്ഥാപനത്തിലൂടെ ജപ്പാൻ ആധുനികവൽക്കരണത്തിനും പുരോഗതിക്കും തുടക്കം കുറിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 17. ലോങ് മാർച്ചിനെ കുറിച്ച് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. ലോങ് മാർച്ചിനെ കുറിച്ച് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ: 1934 കുമിന്താങ് പാർട്ടിയുടെ ആക്രമണത്തെ തുടർന്ന് മാവോസെ തുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സേന കിഴക്കൻ ചൈനയിലെ കിയാങ്സ്കി മുതൽ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ഷെൻസി വരെ നടത്തിയ ദീർഘദൂര യാത്രയാണ് ലോങ് മാർച്ച്. 1934 കുമിന്താങ് പാർട്ടിയുടെ ആക്രമണത്തെ തുടർന്ന് മാവോസെ തുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സേന കിഴക്കൻ ചൈനയിലെ കിയാങ്സ്കി മുതൽ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ഷെൻസി വരെ നടത്തിയ ദീർഘദൂര യാത്രയാണ് ലോങ് മാർച്ച്. 18 മുതൽ 20 വരെയുള്ളവയിൽ ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 സ്കോർ വീതം. ക്വസ്റ്റ്യൻ നമ്പർ 18. അബ്ദുൾ മാലിക്കിന്റെ ഭരണപരിഷ്കാരങ്ങൾ എഴുതുക. അബ്ദുൾ മാലിക്കിന്റെ ഭരണപരിഷ്കാരങ്ങൾ എഴുതുക. ആൻസർ: അബ്ദുൾ മാലിക്കിന്റെ ഭരണകാലത്ത് നിരവധി പ്രധാന ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അവയിൽ പ്രധാനപ്പെട്ടവ: അറബ് ഇസ്ലാമിക സ്വത്ത് ചിഹ്നങ്ങൾക്ക് പ്രാധാന്യം നൽകി. അറബ് ഇസ്ലാമിക സ്വത്ത് ചിഹ്നങ്ങൾക്ക് പ്രാധാന്യം നൽകി. അറബി ഭരണഭാഷയാക്കി. അറബി ഭരണഭാഷയാക്കി. ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചു. ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 19. ഡോക്ടർ സൺ യാറ്റ് സെന്നിന്റെ 3 തത്വങ്ങൾ എഴുതുക. ഡോക്ടർ സൺ യാറ്റ് സെന്നിന്റെ 3 തത്വങ്ങൾ എഴുതുക. ആൻസർ: ഡോക്ടർ സൺ യാറ്റ് സെൻ മുന്നോട്ട് വെച്ച 3 തത്വങ്ങൾ: ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത എന്തെന്നാൽ വിദേശ ആധിപത്യത്തിൽ നിന്ന് ചൈനയെ മോചിപ്പിച്ച് ദേശീയ ഐക്യം സ്ഥാപിക്കുക. വിദേശ ആധിപത്യത്തിൽ നിന്ന് ചൈനയെ മോചിപ്പിച്ച് ദേശീയ ഐക്യം സ്ഥാപിക്കുക. ജനാധിപത്യം ജനങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കി ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. ജനങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കി ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. സോഷ്യലിസം അഥവാ ജനക്ഷേമം ജനങ്ങളുടെ സാമ്പത്തിക ക്ഷേമം ഉറപ്പാക്കി സമത്വം കൈവരിക്കുക. ജനങ്ങളുടെ സാമ്പത്തിക ക്ഷേമം ഉറപ്പാക്കി സമത്വം കൈവരിക്കുക. ഇതാണ് ഡോക്ടർ സൺ യാറ്റ് സെൻ മുന്നോട്ട് വെച്ച 3 തത്വങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 20. ആസ്ടെക് സംസ്കാരത്തെക്കുറിച്ച് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. ആസ്ടെക് സംസ്കാരത്തെക്കുറിച്ച് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ: ആസ്ടെക് സംസ്കാരം
12ാം നൂറ്റാണ്ടോടെ മെക്സിക്കോയിൽ വളർന്ന ഒരു പുരാതന സംസ്കാരമായിരുന്നു. ആസ്ടെക് സംസ്കാരം 12ാം നൂറ്റാണ്ടോടെ മെക്സിക്കോയിൽ വളർന്ന ഒരു പുരാതന സംസ്കാരമായിരുന്നു. ഇവരുടെ തലസ്ഥാനം തെനോച്ചിത്ലാൻ ആയിരുന്നു. ഇവരുടെ തലസ്ഥാനം തെനോച്ചിത്ലാൻ ആയിരുന്നു. കൃഷിയെ അടിസ്ഥാനമാക്കിയായിരുന്നു ഇവരുടെ ജീവിതം. കൃഷിയെ അടിസ്ഥാനമാക്കിയായിരുന്നു ഇവരുടെ ജീവിതം. തടാകങ്ങളിൽ ചിനമ്പകൾ എന്ന കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ച് കൃഷി ചെയ്തു. തടാകങ്ങളിൽ ചിനമ്പകൾ എന്ന കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ച് കൃഷി ചെയ്തു. ചോളം, ബീൻസ്, മത്തങ്ങ, ഉരുളക്കിഴങ്ങ് എന്നിവ പ്രധാന വിളകളായിരുന്നു. ചോളം, ബീൻസ്, മത്തങ്ങ, ഉരുളക്കിഴങ്ങ് എന്നിവ പ്രധാന വിളകളായിരുന്നു. സൂര്യദേവനെ ആരാധിക്കാനായി നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. സൂര്യദേവനെ ആരാധിക്കാനായി നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. കർഷകർ അടിമകളെപ്പോലെ പ്രഭുക്കന്മാരുടെ ഭൂമിയിൽ കൃഷി ചെയ്തു. കർഷകർ അടിമകളെപ്പോലെ പ്രഭുക്കന്മാരുടെ ഭൂമിയിൽ കൃഷി ചെയ്തു. കുട്ടികൾക്ക് വിവിധ രംഗങ്ങളിൽ വിദ്യാഭ്യാസവും പരിശീലനവും നൽകി. കുട്ടികൾക്ക് വിവിധ രംഗങ്ങളിൽ വിദ്യാഭ്യാസവും പരിശീലനവും നൽകി. 16ാം നൂറ്റാണ്ടോടെ ആസ്ടെക് സംസ്കാരം ദുർബലമാകാൻ തുടങ്ങി. 16ാം നൂറ്റാണ്ടോടെ ആസ്ടെക് സംസ്കാരം ദുർബലമാകാൻ തുടങ്ങി. ഇതുപോലെ എക്സാം റിലേറ്റഡ് ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു എവ്രി വൺ.